ഹരേ കൃഷ്ണ. നമ്മളങ്ങനെ ഭഗവാന്റെ അവതാര കഥകളും ഈ ശ്രീകൃഷ്ണ അവതാരത്തിലെ കഥകൾ വർണ്ണിക്കുന്ന ദശമസ്കന്ധത്തിലെ 5 അധ്യായങ്ങൾ ഭഗവാന്റെ കൃപ കൊണ്ട് പൂർത്തിയാക്കി. ഭഗവാൻ ഈ ഉള്ളവളെ കൊണ്ട് പറയിപ്പിച്ചു. ഒടുവിൽ അത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ തന്നെ സമർപ്പിച്ചതുകൊണ്ട് പറഞ്ഞത് ഞാനല്ല, പറയിപ്പിച്ചത് മാത്രമാണ് ഭഗവാൻ എന്ന് തിരിച്ചറിയുന്നു. ഇനി നമ്മൾ 6-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഇത്രയും ഈ 5 അധ്യായങ്ങളിലായിട്ട് ഭഗവാന്റെ അവതാരത്തിനുള്ള കാരണങ്ങൾ, ഭഗവാന്റെ അവതാരം, അത് കഴിഞ്ഞ് ജാതകർമ്മ സംസ്കാരങ്ങൾ, ഇതെല്ലാം ഭംഗിയായി വർണ്ണിച്ചു. 5-ാമത്തെ അധ്യായം പറഞ്ഞു നിർത്തിയപ്പോൾ വ്യാസഭഗവാൻ നമുക്കൊരു സൂചന തന്നു, ഇനി എന്താണ് പറയാൻ പോകുന്നത് എന്ന്. വസുദേവര് അവിടെ മധുരയിൽ കംസന് കപ്പം കൊടുക്കാനെത്തിയ നന്ദഗോപരെ എളുപ്പം തിരികെ പൊയ്ക്കോളൂ, ഇവിടെ അധികം നിൽക്കണ്ട എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്ന ഒരു രംഗം പറഞ്ഞായിരുന്നു. അവിടെ വസുദേവർക്കൊരു ഉത്കണ്ഠയുണ്ടായിരുന്നു, ഗോകുലത്തിൽ എന്തോ അനിഷ്ടം സംഭവിക്കാൻ പോകുന്നു എന്ന്. അങ്ങനെ തിരിച്ചയക്കുന്ന ഒരു രംഗമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി 6-ാമത്തെ അധ്യായം മുതൽ ഭഗവാന്റെ ബാലലീലകൾ തുടങ്ങുകയായി. ഇവിടെ നിന്നാണ് ആ പൊന്നുണ്ണിക്കണ്ണൻ ഉണ്ണിയായിരിക്കുമ്പോൾ തന്നെ താൻ കാണിക്കാൻ തുടങ്ങിയ ലീലകളുടെ ആ കഥകൾ, ആ വിവരണം വ്യാസഭഗവാൻ തുടങ്ങുന്നത് ഈ 6-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. ഭഗവാന്റെ ലീലകളെ പൊതുവെ ആചാര്യന്മാർ, സജ്ജനങ്ങൾ ഗോകുലത്തിലെ ലീല, അതിനുശേഷം വൃന്ദാവനത്തിലെ ലീല, അതിനുശേഷം മധുരയിലെ ലീല, അതിനുശേഷം ദ്വാരകയിലെ ലീല, ഇങ്ങനെ 4ആയി തരംതിരിക്കാറുണ്ട്. ഇതിൽ ഗോകുലത്തിലെ ലീല, ഭഗവാൻ ഉണ്ണിയായി വളർന്ന ആ പിച്ച വെച്ച് നടക്കുന്ന ആ മണ്ണ്, ആ ഗോകുലം, അവിടെ ഭഗവാൻ ആടിയ ലീലകളുടെ ആദ്യത്തെ ലീല, ആ ലീലകളിലെ പല ലീലകൾ അവിടെ ആടുന്നുണ്ട്, അതിലെ ആദ്യത്തെ ലീലയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. ഇത് ഈ 6-ാമത്തെ അധ്യായം പൂതനാമോക്ഷമാണ്. അവിടെയും വ്യാസഭഗവാൻ വളരെ ഭംഗിയായിട്ടാണ് പദപ്രയോഗം നടത്തിയിരിക്കുന്നത്. പൂതനാവധമല്ല, പൂതനാമോക്ഷമെന്നാണ് വർണ്ണിച്ചിരിക്കുന്നത്. കാരണം ഭഗവാനെ തേടി എത്തുന്നവർക്കാർക്കും മരണമല്ല, ഭഗവാന്റെ അംഗസ്പർശമേറ്റാൽ അതുകൊണ്ട് മോക്ഷം മാത്രമേ, ഭഗവാനിങ്കിലേക്ക് ലയിച്ചു ചേർക്കുക മാത്രമാണ് പിന്നെ ഭഗവാൻ ചെയ്യുന്നത്. കാരണം ആ ദിവ്യരൂപത്തെ ഒന്ന് കാണാൻ, അതിനോടൊന്ന് സംഘം വരണമെങ്കിൽ അത്രമാത്രം സുഹൃതം പൂർവജന്മാർജിതമായിട്ട് കൂടെയുണ്ടാകണം. അതുകൊണ്ട് ഇവിടെ വ്യാസഭഗവാൻ അവിടെയും വളരെ മനോഹരമായി ഭഗവാൻ എന്ന ആ സത്തിൻ്റെ, ആ പരമാനന്ദ ചൈതന്യത്തിൻ്റെ മഹത്വം നമ്മളെ അറിയിക്കത്തക്ക വിധത്തിലാണ് പദം പ്രയോഗിച്ചത്. പൂതനാമോക്ഷം ഇവിടെ തുടങ്ങുകയാണ് ആ കഥ. നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. നന്ദ അഥ ഷഷ്ഠോധ്യായഃ. ശ്രീശുക ഉവാച. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീശുക ഉവാച. നന്ദഃ പഥി വചഃ ശൗരേർന മൃഷേതി വിചിന്തയൻ ഹരിം ജഗാമ ശരണമുത്പാദാഗമശങ്കിതഃ. നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. നന്ദ എന്ന് പറഞ്ഞാൽ നന്ദഗോപര, പഥി എന്നാൽ വഴിയിൽ, വചഃ, വചഃ എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ വാക്കുകൾ, ശൗരേർ, ഇവിടെ ശൗരേർ ന എന്നാണ്, അത് ശൗരേഹേ ന എന്ന് 2 വാക്കുകളായിട്ട് പിരിക്കാം നമുക്ക്. ശൗരേ എന്ന് പറഞ്ഞാൽ ആ വസുദേവരുടെ, ന എന്നാൽ ഇല്ല. അപ്പോൾ ആ വസുദേവരുടെ വാക്കുകൾ
നന്ദഗോപർ ഇങ്ങനെ വഴിയിലൂടെ തിരിച്ച് ഗോകുലത്തിലേക്ക് വരുമ്പോൾ ആലോചിച്ചുകൊണ്ട് വരുന്ന കാര്യമാണ് പറയുന്നത്. ആ നന്ദഗോപരുടെ ആ വസുദേവരുടെ വാക്കുകൾ മൃഷേതി, മൃഷ ഇതി ആണ് മൃഷേതി. മൃഷ എന്ന് പറഞ്ഞാൽ വ്യർത്ഥം അല്ലെങ്കിൽ അസത്യം എന്നൊക്കെ അർത്ഥം. ഇതി എന്നാൽ എന്ന. അപ്പോൾ ആ വസുദേവരുടെ വാക്കുകൾ അസത്യം ആകില്ല എന്ന. വിചിന്തയൻ, വിചിന്തയൻ എന്നാൽ വിചാരിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ആണ് ഈ നന്ദഗോപര് തിരികെ ഗോകുലത്തിലേക്ക് വരുന്നത്. വസുദേവരുടെ വാക്കുകൾ ഒരിക്കലും അസത്യമാകില്ല എന്ന് പറഞ്ഞാൽ ആ വസുദേവര് എത്രമാത്രം സത്യനിഷ്ഠയുള്ളവനാണ്, സത്യം വ്രതമായി സ്വീകരിച്ച ആളാണ് വസുദേവര്. അത് നമ്മൾ മുൻപേ കണ്ടിരുന്നു. കംസന്റെ പക്കലേക്ക് ആദ്യത്തെ ഉണ്ണിയെ കൊല്ലാനായി കൊണ്ടു കൊടുക്കുന്ന സമയത്ത് തന്നെ വ്യാസഭഗവാൻ ആ കാര്യം നമ്മളോട് പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ സത്യം ഏതൊരു സാഹചര്യത്തിലും ഉപേക്ഷിക്കാത്ത ആളാണ് വസുദേവര്. അതുകൊണ്ട് തന്നെ നന്ദഗോപർക്ക് നല്ല ഉറപ്പുണ്ട്, ഇങ്ങനെ തനിക്കൊരു മുൻ സൂചന തന്നിട്ടുണ്ടെങ്കിൽ വസുദേവരുടെ വാക്കുകൾ അസത്യമാകില്ല എന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ വിചാരിച്ചുകൊണ്ട് തിരികെ ഗോകുലത്തിലേക്ക് നന്ദഗോപർ വരുമ്പോൾ ഹരിം, ഹരിം എന്നാൽ ആ ശ്രീഹരി ഭഗവാനെ ജഗാമ എന്ന് പറഞ്ഞാൽ ഗമിച്ചു അല്ലെങ്കിൽ പ്രാപിച്ചു. എന്താ? ശരണമുത്പാദാഗമ ശങ്കിത, ശരണം ഉത്പാദാഗമ ശങ്കിതാഹ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ശരണമുത്പാദാഗമ ശങ്കിതഃ. ശരണം എന്ന് പറഞ്ഞാൽ ശരണം പ്രാപിച്ചു എന്നുള്ള അർത്ഥം. ഇവിടെ ഭഗവാനെ തന്നെ അഭയം പ്രാപിച്ചു, ആ ശ്രീഹരി ഭഗവാനെ തന്നെ അഭയം പ്രാപിച്ചു. കാരണം ഉത്പാദാഗമ ശങ്കിതാഹ, ഉത്പാദ എന്ന് പറഞ്ഞാൽ ആപത്ത് അല്ലെങ്കിൽ ദോഷം, ആഗമ എന്നാൽ വരുമോ എന്ന്, ആപത്തുകൾ വരുമോ എന്ന്, ശങ്കിതഃ ശങ്കിച്ച്. അപ്പോൾ തിരികെ വരുന്ന വഴി നന്ദഗോപർക്ക് നന്നായിട്ട് അറിയാം വസുദേവരുടെ വാക്കുകൾ ഒരിക്കലും വസുദേവർ വെറുതെ ഒന്നും പറയില്ല. അപ്പോൾ ആ വസുദേവർ പറഞ്ഞ വാക്കുകൾക്ക് എന്തോ ഗൂഢമായ അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരികെ വരുന്ന വഴിയൊക്കെ ആ വഴിയിലൂടെ നടക്കുമ്പോൾ നന്ദഗോപര് ആ ശ്രീഹരി ഭഗവാനെ അങ്ങനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവാനെ തന്നെ അഭയം പ്രാപിച്ചുകൊണ്ടാണ് വരുന്നത്, ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുകയാണ്. ഇവിടെ ആ വസുദേവരുടെ വാക്കുകൾ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ഗോകുലത്തിൽ എന്തെങ്കിലും അപകടം അല്ലെങ്കിൽ ആപത്ത് ദോഷം വരുമോ എന്നൊരു ശങ്ക ഇപ്പോൾ നന്ദഗോപരുടെ ഉള്ളിലും ഉദിച്ചിരിക്കുന്നു. വസുദേവർ എന്തുകൊണ്ടാണ് നന്ദഗോപരോട് അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ വസുദേവര ആ സമയത്ത് മധുരയിൽ തന്നെ താമസിക്കുകയാണ്. അവിടെയാണ് കംസൻ തൻ്റെ അനുയായികളെ ഇതുപോലെ ബാലവധത്തിനായി നിയോഗിച്ചിട്ടുണ്ട് എന്ന വാർത്ത വസുദേവർക്കറിയാം, ഇവിടെ നന്ദഗോപർക്കറിയില്ല. അതുകൊണ്ട് തന്നെ നന്ദഗോപർ വന്നപ്പോൾ തൻ്റെ ഉണ്ണി അവിടെയാണ്, തൻ്റെ രണ്ടുണ്ണികളും അവിടെയാണ് എന്നറിയുന്ന വസുദേവര് നന്ദഗോപരെ എളുപ്പം തിരിച്ചയച്ചത്. ആ ഉണ്ണികളുടെ സുരക്ഷിതത്വത്തിന് നന്ദഗോപർ അവിടെ ഉണ്ടാകണമെന്ന് വസുദേവർക്ക് തോന്നി. പക്ഷെ ഈ കഥ അറിയാതെ തന്നെ വസുദേവർ സത്യനിഷ്ഠനായതുകൊണ്ട് തന്നെ വസുദേവർ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും പൊളിയാവില്ല എന്ന് നന്ദഗോപർക്കറിയാം. നന്ദഗോപർ തിരികെ വരുന്ന വഴി ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു. ഈ ഒരു ശങ്ക വസുദേവർ പറഞ്ഞു കൊടുത്തുകൊണ്ട്, കാരണം വസുദേവരെക്കുറിച്ച് അത്രമാത്രം ഒരു മതിപ്പ് നന്ദഗോപരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ശരിക്കും തൻ്റെ ഗോകുലത്തിൽ എന്തെങ്കിലും ആപത്ത് അല്ലെങ്കിൽ ദോഷം വന്നുപെടുമോ എന്നുള്ള ശങ്ക വന്നതുകൊണ്ട് ആ ശ്രീഹരി ഭഗവാനെ ആശ്രയിച്ചു. എന്തിന്? ആ ശ്രീഹരിയെ രക്ഷിക്കാൻ. ആ ശ്രീഹരി ഭഗവാൻ തൻ്റെ മുൻപിൽ തൻ്റെ വീട്ടിലിപ്പോൾ ഒരു ഉണ്ണിയായി കിടന്നങ്ങനെ കളിക്കുകയാണ്, കൈകാലുകൾ ഉയർത്തി. ആ ഉണ്ണിയെ രക്ഷിക്കാൻ ഇപ്പോൾ ദാ ശ്രീഹരി ഭഗവാനെ ആ നന്ദഗോപര് അഭയം പ്രാപിച്ചു. ഇതുപോലെ മനോഹരമായ ഒരു രംഗം ഇനിയും നമുക്ക് കാണാം. ഭഗവാന്റെ ആ ഗോകുലത്തിലെ സ്ത്രീകളൊക്കെയും ആ ഗോപസ്ത്രീകൾ യശോദാമയൊക്കെ നമുക്ക് ശകടാസുരവധം കഴിയുമ്പോൾ അവിടെ വെച്ചും ആ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പറയുന്ന ഒരു
വാചകമുണ്ട്, ഒരു വരി. ത്വദവനായതേ എന്നാണ് പറഞ്ഞത്. ഏതൊരു ഉണ്ണിയാണോ രക്ഷിക്കേണ്ടത് അതേ ഉണ്ണിയോടാണ് പ്രാർത്ഥിക്കുന്നത്, അതേ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഈ ഉണ്ണിയെ രക്ഷിക്കണമേ എന്ന്. ഇനി ഇതുപോലെ മനോഹരമായ ഒരു രംഗം നമുക്ക് രാമായണത്തിലും കാണാം. അവിടെ ഈ വനവാസത്തിനായി പുറപ്പെടാൻ തയ്യാറെടുക്കുമ്പോൾ, ശ്രീരാമചന്ദ്ര ഭഗവാൻ തയ്യാറെടുക്കുമ്പോൾ അവിടെ കൗസല്യാദേവിയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. സൃഷ്ടികർത്താവേ വിരിഞ്ചേ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു പ്രാർത്ഥന. എന്താ പ്രാർത്ഥിക്കുന്നത്? തൻ്റെ ഈ രാമനെ രക്ഷിച്ചു കൊള്ളണമേ, രക്ഷിക്കണമേ. ആരോടാ പ്രാർത്ഥിക്കുന്നത്? സൃഷ്ടികർത്താവേ വിരിഞ്ചേ. ആരാ ഇതൊക്കെ? ഇതെല്ലാം ആ ഭഗവാൻ തന്നെ. ആ ഭഗവാനോടാണ് പ്രാർത്ഥിക്കുന്നത്. എന്ത്? തൻ്റെ ഉണ്ണിയായി ഇപ്പോൾ മുന്നിൽ വന്നിരിക്കുന്ന ഈ ഭഗവാനെ കാത്തുകൊള്ളണമേ എന്ന്. ഇങ്ങനെ ആ ശ്രീഹരി ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ തന്നെ അഭയം പ്രാപിച്ചത് ഇവിടെ ഇപ്പോൾ നന്ദഗോപരും ഗോകുലത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. നന്ദഃ പഥിവച ശൗരേർനമൃഷേതി വിചിന്തയൻ ഹരിം ജഗാമ ശരണമുത്പാദാഗമശങ്കിതഃ. ഇവിടെ ഈ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. ഇവിടെ 3 വിസർഗമുണ്ട്. നന്ദ വച ശങ്കിതഃ. അവസാനം 2ാമത്തെ പാദത്തിൻ്റെ അവസാനവും വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്തത് ശരണമുത്പാദാഗമശങ്കിത. അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. അവിടെയും ശരണം ഉത്പാദാണ് മായുടെ ഉകാരം, ശ്രദ്ധിക്കുക. അതേപോലെ ഉത്പാദാഗമശങ്കിത. ഇവിടെ അകാര ആഗമ നീട്ടിയെടുക്കുക, അകാരം. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. പിന്നെ ഇനി നമുക്ക് ആ ശ്ലോകത്തിൻ്റെ അന്വയക്രമത്തിലെ പദങ്ങളുടെ വിന്യാസം നോക്കാം. നന്ദ പഥി ശൗരേ വച ന മൃഷ ഇതി വിചിന്തയൻ ഉത്പാദാഗമശങ്കിത ഹരിം ശരണം ജഗാമ. ഒന്നുകൂടി പറയാം. നന്ദ പഥി ശൗരേ വച ന മൃഷ ഇതി വിചിന്തയൻ ഉത്പാദാഗമശങ്കിത ഹരിം ശരണം ജഗാമ. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ നമുക്ക് വിചാരം ചെയ്യുവാനായിട്ടുള്ളത്. ഹരേ കൃഷ്ണ.